അത് പഞ്ചായത്ത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്താ അറിയാം, ഇത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ സമയത്ത് തന്നില്ലെങ്കിൽ ഈ പഞ്ചായത്തിനെതിരെ നമുക്ക് നിയമ നടപടി സ്വീകരിക്കാം. എന്താണ്, നിങ്ങൾ പറഞ്ഞതാണ് 3 ദിവസം തരാമെന്ന്, ഇത് 12 ദിവസം കഴിഞ്ഞാണ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല, കേസിന് പോകാൻ പറ്റും. അങ്ങനെ പറഞ്ഞിങ്ങനെ ഇവരെ നിർബന്ധിക്കണം. അപ്പോൾ ആ പൗരാവകാശ രേഖ ഒരു പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാൻ ഈ ഗ്രാമസഭയുടെ പുറകിൽ അതുകൂടി ഒരു ചോദ്യോത്തരമായിട്ട് പിന്നെ ഇങ്ങനെ വളരെ വളരെ ലളിതമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഈ നിയമത്തിൻ്റെ ഭാഷയൊന്നും നിങ്ങൾക്ക് അത്ര പിടികിട്ടില്ലത് അല്ലേ. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ആർട്ടിക്കിൾ 364 അപ്പം അതിനെടുത്ത് മാറ്റി ഒരു പിടുത്തവും കിട്ടില്ല. ചില റൂളൊക്കെ വായിച്ചാൽ ദൈവമേ ഇത് കൊടുക്കാമെന്നാണോ കൊടുക്കാൻ പാടില്ലെന്നാണോ എന്താ അല്ലേ. 10ാമത് പറഞ്ഞ നിയമത്തിലെ 75ാം പറഞ്ഞ ഖണ്ഡികയിൽ പറഞ്ഞ നിയമത്തിന് വിരുദ്ധമായി മറ്റൊരിടത്ത് പറയാത്ത സാഹചര്യത്തിൽ ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൻ്റെ സാധുത ആലോചിച്ചതിന് ശേഷം മറ്റ് നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിച്ച് വകുപ്പുകൾ നോക്കി കൊടുക്കുന്നതിൽ വിരോധമില്ലെങ്കിൽ കൊടുക്കാവുന്നതാണ്. കൊടുക്കാമോ കൊടുക്കാൻ പാടില്ലേ? നേരെ മറിച്ച് ഇവിടെ ഞാൻ പിന്നെ ആ ചോദ്യത്തിൽ പിന്നെ പൗരാവകാശ രേഖ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കേണ്ടത് എപ്പോൾ? നല്ല പാല് പോലത്തെ മലയാളം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 6 മാസത്തിനകം പ്രസിദ്ധീകരിക്കണം. കണ്ടോ, ഇത് നിങ്ങൾ ഈ നിയമം അതേപടി വായിച്ചാൽ ഇത്രയും പെട്ടെന്ന് ക്ലിക്കാവില്ല, കിഡ്നിയിലേക്ക് കയറില്ല. അതാ സെക്രട്ടറിയും ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥരുടെയും പിന്നെ ഏതെല്ലാം ചുമതലകൾ അത് പറയുന്നുണ്ട്. പിന്നെ സേവനങ്ങളുടെ വിവരം പ്രസിദ്ധീകരിക്കേണ്ട ഏത് ഫോറത്തിലാണ്, അതിൻ്റെ ഇങ്ങനെ പറയുന്ന ലളിതമായി ചോദ്യോത്തര രൂപത്തിൽ ഞാൻ നോക്കിയപ്പോൾ അത് അതേപടി പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല. അങ്ങനെ രൂപത്തിലാക്കി അതും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ ഭരണഘടനയായി, ആക്റ്റായി, റൂൾസായി. 4ാം ഭാഗം എല്ലാ വർഷവും പഞ്ചായത്തിലെ പദ്ധതി പ്രവർത്തനത്തെക്കുറിച്ച് മാർഗരേഖ പുറത്തിറക്കും സർക്കാർ. ഇന്നലെ പറഞ്ഞതുപോലെ GOMS 84/22 തസ്വഭവ തീയതി 19/4/22 പഞ്ചായത്തിൻ്റെ. GOMS 84 പകരം 86 ആക്കിയാൽ അത് മുനിസിപ്പാലിറ്റിയുടേതായി. അത് കഴിഞ്ഞ് 115 അങ്ങനെ 3 ഗവൺമെൻറ് ഓർഡറുണ്ട്. ഒരു 150-160 പേജ് വെച്ചുള്ള 3 പുസ്തകങ്ങളാണ്. ഇത് നിങ്ങൾ സൈറ്റിൽ നിന്ന് എടുക്കണം. ഞാൻ ഈ പുസ്തകത്തിൽ ഇപ്പോൾ ചില ആൾക്കാരുണ്ട് സൈറ്റിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഫോൺ ചെയ്യുമെന്ന് എനിക്കറിയാം. ഹലോ സാറേ, ഏതാണ് സൈറ്റ്? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ സൈറ്റ് നമ്പർ ഇതിൽ ചേർത്തിട്ടുണ്ട്. മനസ്സിലായോ? ഏത് നിങ്ങൾ എന്നെ വിളിക്കുന്ന വിളിയുടെ നിന്നൊക്കെ എല്ലാം പഠിച്ചിട്ട് ഞാൻ ഈ സൈറ്റ് നമ്പർ പാവപ്പെട്ട ഒരു വൃദ്ധനോ ഒരു വിധവയ്ക്കോ സൈറ്റ് അറിയാൻ പറ്റില്ല. പക്ഷേ മോനെ സുരേഷേ, നീ പോയിട്ട് സൈറ്റിൽ നിന്ന് ഈ ഉത്തരവ് എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞാൽ ഏത് കൊച്ചും വേഗം പോയി എടുത്തുകൊണ്ട് വരും. നേരെ മറിച്ച് 1/2 കിലോ തക്കാളി അമ്മക്ക് പോയി മേടിച്ചുകൊണ്ടുവാ, അമ്മയുടെ പണി നോക്കും എന്ന് പറയും. ഈ പണി പിള്ളേരെന്ത് ചെയ്യും? ജെൻസി അല്ലേ, ജെൻസിക്കാർ ഈ പണി ചെയ്യും. ആ പുതിയ കുട്ടികളെ നമ്മൾ ഈ കാര്യത്തിലേക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. കൊണ്ടുവന്നിട്ട് ചോദിക്കും, അമ്മേ വേറെ ഏതെങ്കിലും ഉത്തരവ് വേണോ? അവിടെ പോകാനും സൈറ്റ് നോക്കാനുള്ള അവസരവും കൂടി നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെ പിള്ളേരെ ചാക്കിടാൻ പറ്റും നിർത്താം. അങ്ങനെ ആ മാർഗരേഖയിൽ ഗ്രാമസഭയെക്കുറിച്ച് എന്താണ് പറയുന്നത് നിങ്ങൾ ഓർക്കണം. അവിടെ ഈ ഗ്രാമസഭ തീർന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് മിൻസ് എഴുതി തയ്യാറാക്കി ആ കൺവീനറും പ്രസിഡന്റ് സെക്രട്ടറി ഒപ്പിട്ട് പങ്കെടുക്കുന്നവരെല്ലാം ഒപ്പിട്ട് വേണം പിരിയാൻ എന്നാണ്. നിങ്ങൾ ഗ്രാമസഭ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിയേക്കുമ്പോൾ മെമ്പർ അവിടെ ഇരിക്കുക. മെമ്പർ എങ്ങോട്ടായി പോകുന്നത്? ഒരു സിനിമയിൽ മോഹൻലാൽ എഴുന്നേറ്റപ്പോൾ എഴുന്നേക്കാൻ പറ്റിയില്ല കസേരയിൽ. ഏതാ അല്ല, അതൊക്കെ കാണാൻ പാടുള്ളൂ. എന്തായാലും സാർ ഈ സിനിമയുടെ പേരൊക്കെ കാണാം. ഇത് ഗ്രാമസഭ പറ്റുമല്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതേപോലെ നമ്മൾ പശ തേച്ച മെമ്പർ അവിടെ ഇരുത്തണം, എഴുന്നേക്കാൻ പറ്റരുത്. അവിടെ നേരത്തെ പറയുന്ന പ്രായോഗിക പ്രശ്നം, അതായത് ആ മിനിറ്റ്സ് റെഡിയാക്കി അപ്പം തന്നെ അവർക്ക് തരാൻ പറ്റുമോ, കോപ്പി എടുക്കാൻ പറ്റുമോ? ചിലപ്പോൾ ആ ഗ്രാമപ്രദേശത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫോട്ടോ കോപ്പി മെഷീനും സംവിധാനം ഒന്നും ഉണ്ടാവണമെന്നില്ല.
ഇതെന്താ അറിയാം, നമ്മുടെ ധാരണ ഈ മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് എന്ന് എഴുതണ്ട. പഞ്ചായത്തിലെ ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന 18ാം വാർഡിൽ കുടിവെള്ള പദ്ധതി തുടങ്ങാൻ തീരുമാനിച്ചു. പോരെ? ഇതാണ് തീരുമാനം. ഉപന്യാസമൊന്നും എഴുതണ്ട. ഇങ്ങനെ കറക്റ്റ് തീരുമാനങ്ങൾ എഴുതി മെമ്പർ പരമാവധി എന്ത് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് 2-3 ദിവസത്തിനകം ഈ തീരുമാനത്തിൻ്റെ കോപ്പി ഓഫീസിൽ നിന്ന് തരാവുന്നതാണ്. അത് ന്യായം. ശരിയല്ലേ സുഹൃത്തുക്കളെ? അല്ലേ? അവിടെ നമ്മൾ എന്ത് വാശി പിടിച്ചുകൂടാ? അതൊന്നും പറ്റില്ല, ഇപ്പം തന്നെ തന്നിട്ട് അങ്ങനെ നമ്മൾ വാശി പിടിക്കരുത്. ഓരോ കാര്യത്തിലും ഒരു പ്രായോഗികതയുണ്ട്. നിയമത്തിൽ പറയുന്ന എന്താണ്, അവിടെ വെച്ച് ഗ്രാമസഭാ മിനിറ്റ്സ് എഴുതി പൂർത്തിയാക്കി കോപ്പി തരണം എന്നാണ്. അത് പ്രായോഗികമായി ചിലപ്പോൾ പറ്റില്ലെന്ന് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ശരി, അങ്ങനെയെങ്കിൽ 2-3 ദിവസത്തിനകം ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് തരാവുന്ന. അല്ലാതെ ഗ്രാമസഭാ തീരുമാനം ചോദിച്ചാൽ വിവരാവകാശം വെക്കണമെന്ന് പറയുന്ന സെക്രട്ടറിമാരുണ്ട് കേരളത്തിൽ, ജീവിച്ചിരിപ്പുണ്ട്. അവരെ നമ്മൾ ഈ പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ ഈ 84, 86, 115 ഈ 3 മാർഗരേഖ, ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ആ ഉത്തരവൊക്കെ ഇതിൻ്റെ അകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അത് മാർഗരേഖ മാത്രമല്ല, നിങ്ങൾ ആ മാർഗരേഖ വായിച്ചാലാണ് എന്തുമാത്രം സഹായങ്ങൾ ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് 115 പ്രത്യേകത 84 പഞ്ചായത്തിന് മാത്രമാണ്, 86 മുനിസിപ്പാലിറ്റിക്ക് മാത്രമാണ്, 115 പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും ഒരുപോലെയാണ്. വീട് ലൈഫ് എന്ന് പറയില്ലേ, ലൈഫല്ലേ? ഈ ലൈഫിൻ്റെ ഫുൾ ഫോം എന്താണ്? ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ്, അതായത് വീട് വെച്ചു, മുഖ്യമന്ത്രി വന്നു, ഉദ്ഘാടനം ചെയ്തു, ചേട്ടനും ചേച്ചിയെ നമ്മൾ വീട്ടിൽ കയറ്റി, മന്ത്രി പോയി, എസ്കോർട്ടും പൈലറ്റും പോയി, നമ്മളും പോയി. ആ രാത്രി ആ ചേട്ടനും ചേച്ചിയും അത്താഴം കഴിക്കാനുണ്ടോ എന്നുള്ള അന്വേഷിച്ചില്ലല്ലോ. ഉദ്ഘാടനം കഴിഞ്ഞ് മന്ത്രി പോയി, നമ്മളും പോയില്ലേ? അതിനെന്ത് വേണം? ലൈവ്ലിഹുഡ്. വീട് വെച്ച് കൊടുത്തു, ഉപജീവനം, അതാണ് ലൈവ്ലിഹുഡ്. എന്നിട്ട് സ്ഥലം, വീട്, ഭക്ഷണം. ആ വീട്ടിൽ ആർക്കെങ്കിലും ഒരു വരുമാനം. ആ വരുമാനത്തിലൂടെ ജീവിതം പടിപടിയായി കെട്ടിപ്പൊക്കി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക, ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. അപ്പോൾ എന്ത് മനസ്സിലായി? ലൈവ്ലിഹുഡ്, I ഇൻക്ലൂഷൻ, F ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. അപ്പോൾ ഉപജീവനവും ചേർത്ത് പിടിക്കലും സാമ്പത്തിക ശാക്തീകരണവും ചേർന്ന ഒരു കോമ്പോസിറ്റ് സ്കീമാണ് എന്ത്? ലൈഫ് പദ്ധതി. അതിൻ്റെ ആദ്യത്തെ പടി എന്ന നിലയ്ക്ക് മാത്രമാണ് നമ്മൾ വീട് കൊടുക്കുന്നത്. അല്ലാതെ വീട് കൊടുക്കൽ മാത്രമല്ല, അത് ഒരു സ്ഥലം, ഒരു വീട്, അതിൽ ഭക്ഷണം, അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി. അതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന അതിസുന്ദരമായൊരു വാചകമുണ്ട്. അദ്ദേഹം എത്ര കാലമായി പറയുന്നു, നിങ്ങൾ തൊഴിലെവിടെ, തൊഴിൽ താ എന്ന് പറഞ്ഞ് തെണ്ടേണ്ട ആളല്ല. 2-3 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്ന തൊഴിൽദായകനാകണം എന്ന് പറയുന്ന അതിഗംഭീരമായ ആശയമാണ് അദ്ദേഹം പറയുന്നത്. ഈ അടുത്ത ദിവസം പറഞ്ഞെങ്ങനെയാണ് വിദ്യാർത്ഥികളോട് പോലും, നിങ്ങൾ തൊഴിൽ തെണ്ടുന്നവരാകരുത്, നേരെമറിച്ച് ഒരു സ്ഥാപനം തുടങ്ങി, സംരംഭം തുടങ്ങി 2 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്നയാളായി നിങ്ങൾ മാറണം എന്ന ആശയം ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ മാർഗരേഖ നോക്കണം. മാർഗരേഖ നോക്കിക്കഴിഞ്ഞ് നമുക്ക് അതിനകത്ത് നോക്കണ്ട, ഒരു ഗ്രാമസഭ യോഗത്തിൻ്റെ ഈ അജണ്ടയൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് 1200 ലോക്കൽ ബോഡിയിലും കാര്യപരിപാടി, ഈ അജണ്ട വെച്ച് വേണം യോഗം ചേരാൻ. ഇതിനകത്ത് പറയുന്നുണ്ട്, കണ്ട, സ്വാഗതം ആര് പറയണം, വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കേണ്ടത് ആരാണ്, ഉണ്ടോ? പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റാണ്. അതുപോലെ തന്നെ മിഷൻ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കേണ്ടത് സന്നദ്ധ പ്രവർത്തകനായ വിദഗ്ധൻ. അപ്പോൾ അദ്ദേഹം അവതരിപ്പിക്കാൻ വരുമ്പോൾ നമ്മൾ പറ്റില്ല, മെമ്പർ പറയട്ടെ എന്ന് പറയരുത്. കാര്യത്തിൽ പഠിച്ചാൽ കണ്ടോ, ഇതെല്ലാവരും പഠിച്ചാൽ ഇതേപോലെയാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും അജണ്ട പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. അത്രയ്ക്ക് ക്ലാരിറ്റിയുള്ള ഉത്തരവുകൾ വന്നിട്ടുണ്ട്. നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്.
പിന്നെ സമാപനം നന്ദി പറയേണ്ടത് ഗ്രാമസഭാ കോർഡിനേറ്റർ സെക്രട്ടറി ഉണ്ടാവും. ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ നമ്മളെപ്പോഴും നമുക്ക് തർക്കമുള്ള സംഗതി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കൽ. അത് ഖണ്ഡിക 12(3) അതും ഒരു സംശയം ഉള്ളതുകൊണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കേണ്ടത്. അതിലാണല്ലോ നമ്മൾ പലപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ ഒരു ഗുണഭോക്താവിന് മാർക്ക് 100 ആണെന്നിരിക്കട്ടെ. 100 ആണെങ്കിൽ ആ 100നെ വിവിധ ഘടകങ്ങളാക്കി മാറ്റണം. ഇപ്പോൾ വനിതാ ഘടകത്തിലാണ് തിരിച്ചിട്ട് ഒരു മാനദണ്ഡം എന്താണ്? വനിതയായിരിക്കണം, 10 മാർക്ക്. 2, SC/ST പെട്ട ആളാണെങ്കിൽ ഒരു മുൻതൂക്കം, 5 മാർക്ക്. 3, വിധവയായിരിക്കണം. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? ഇങ്ങനെ കൊച്ചു കൊച്ചു മാനദണ്ഡങ്ങൾ വെച്ച് 5, 10, 15, 20 എന്ന് പറഞ്ഞ് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 100. അങ്ങനെ ഈ അപേക്ഷയുടെ പുറകിൽ തന്നെ ഈ മാനദണ്ഡങ്ങൾ അച്ചടിച്ച് വെച്ചാൽ നിങ്ങൾ നോക്കൂ, എന്തൊരു സുതാര്യതയായിരിക്കും. എന്താ കാര്യം? ആർക്ക് ആനുകൂല്യം കിട്ടിയാലും നിങ്ങൾ മാർക്ക് കൂട്ടി നോക്കുമ്പോൾ അവർക്ക് 100 ആണെങ്കിൽ നമുക്ക് പരാതിയില്ല. എങ്ങനെ കൂട്ടിയിട്ടും 55 കിട്ടുന്നുള്ളൂ. പക്ഷേ 35 കിട്ടിയ ആൾക്ക് ആനുകൂല്യം കൊടുത്തുവെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി സുതാര്യമായി ഇങ്ങനെ ഇൻഡെക്സ് കൊടുത്താൽ, ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒന്നെന്താണ്? അർഹതാ മാനദണ്ഡവും മുൻഗണന, അത് ഓർത്ത് കുറിച്ച് വെച്ചോണം കേട്ടോ. ഒന്നെന്താണ്? അർഹതാ മാനദണ്ഡവും മുൻഗണനാ മാനദണ്ഡവും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആൻഡ് പ്രയോറിറ്റി ക്രൈറ്റീരിയ. അർഹതാ മാനദണ്ഡം, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നതാണ്? പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ആനുകൂല്യം. ഫസ്റ്റ് അവർക്ക് പട്ടികജാതിക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അതിൽ തന്നെ വിധവ, തൊഴിലില്ലാത്ത ആൾ, മാരക രോഗമുള്ളയാൾ. ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ വെക്കുന്നൊരു സജഷൻ, അപ്പം അത് കഴിഞ്ഞ് നിങ്ങൾ ആക്ഷൻ പ്ലാൻ വരുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ എൻ്റെ ശരി തെറ്റുമല്ല പ്രശ്നം. അങ്ങനെയെങ്കിൽ ഈ ഇൻഡെക്സിൽ ഒരു ഇൻഡെക്സ് ഒരു 3 മാർക്ക് എന്ത് തുടർച്ചയായ 3 ഗ്രാമസഭയിലെ പങ്കാളിത്തം 3 മാർക്ക്, അല്ലെങ്കിൽ 5 മാർക്ക്. എന്താണ്? ഗ്രാമസഭയിൽ ആളുകൾ വരാനുള്ള ഒരു പ്രേരണ എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു മാനദണ്ഡം കൂടി കൊണ്ടുവന്നുകൂടെ എന്ന കാര്യം നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ്റെ ഫലമായി നമുക്ക് ഗവൺമെൻറ്റിനോട് സജസ്റ്റ് ചെയ്യാം. അതിനെന്താണ്? ഭരണഘടനാ ഭേദഗതി ഒന്നും വേണ്ട. ആ സർക്കാരിൻ്റെ ഉത്തരവിനകത്ത് ഒരു വാചകം എഴുതി ചേർക്കുകയുള്ളൂ. അപ്പം എന്താണ്? ഗ്രാമസഭയിൽ വരാനുള്ള പ്രേരണകളിൽ ഒന്ന് അങ്ങനെ ഒരു മാനദണ്ഡം വെച്ചാൽ ഉണ്ടാവുകയില്ലേ എന്ന ഒരു അഭിപ്രായം നിങ്ങളുടെ ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ വയ്ക്കുന്നു. ഇത്ര ഗ്രാമസഭയിൽ വരാൻ വേണ്ടിയുള്ള എങ്ങനെ വരുത്താം എന്നുള്ള ചിന്ത ഉള്ള കൂട്ടത്തിൽ ഒരെണ്ണം കേട്ടോ. ഇനി അത് കഴിഞ്ഞ് ഇപ്പം മാർഗരേഖ കഴിഞ്ഞാൽ അടുത്തത് ഇപ്പം ഞാൻ പറഞ്ഞു ഭരണഘടനയിൽ എന്ത് പറയുന്നു ഗ്രാമസഭയെക്കുറിച്ച്, പഞ്ചായത്ത് രാജ് ആക്ടിൽ എന്ത് പറയുന്നു, ചട്ടങ്ങളിൽ എന്ത് പറയുന്നു, മാർഗരേഖയിൽ എന്ത് പറയുന്നു. അവസാനം ഗ്രാമസഭ ജനിച്ച കാലം തൊട്ട് 94 തൊട്ട് ഇന്ന് വരെ ഇറങ്ങിയ മുഴുവൻ 18 ഗവൺമെൻറ് ഓർഡറുണ്ട്. ഒരു കണ്ടെയ്ൻമെൻറ്റ് സോണിൽ ഗ്രാമസഭ നടത്തുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന് വരെ വരുന്ന ഗ്രാമസഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇറങ്ങിയ മുഴുവൻ സർക്കാർ ഉത്തരവുകളുടെയും ഉള്ളടക്കവും നമ്പറും ചേർത്ത ഒരു ഭാഗമാണ് ഈ 5-ാം ഭാഗം. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാലമായിട്ട് വന്നത് നിങ്ങൾ തപ്പാൻ പോയാൽ ഒരു കാരണവശാലും നടക്കില്ല. പല രാപ്പകലുകൾ എടുത്ത് പലതും പരിശോധിച്ച് നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിളിയൊക്കെ പരിഗണിച്ച് നിങ്ങളെ തൃപ്തിപ്പെടുത്താവുന്ന രൂപത്തിൽ ഏറ്റവും ചെറുതായും ലളിതമായും തയ്യാറാക്കിയ ഒരു ഭാഗമാണ് ഗ്രാമസഭ. അടുത്ത ഹെഡിങ് നിങ്ങൾ നോക്കി. അടുത്ത ഹെഡിങ് എന്താണ്? നഗരസഭകളും ഉണ്ടോ. അപ്പോൾ നിങ്ങൾ മുനിസിപ്പാലിറ്റിക്കാർ ഇത് നോക്കണമെന്നില്ല. ഉണ്ടോ? ഇങ്ങനെ ഇത് മാത്രം നോക്കിയാൽ മതി. കുറച്ച് പേജസേ ഉള്ളൂ. അടുത്തത് വാർഡ് കമ്മിറ്റിക്കാരാണ്. കോർപ്പറേഷൻകാർ ഇവിടെ കിടന്ന് വരകണ്ട, ഇത് നോക്കിയാൽ മതി. അപ്പം അങ്ങനെ മനസ്സിലായോ? ഇനി മറ്റേ ഞാൻ പറയണ്ടല്ലോ. ഇതേപോലെ അതായത് വാർഡ് സഭയെക്കുറിച്ച് ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് പറയുന്നു,
മുനിസിപ്പാലിറ്റി ആക്ടിൽ എന്ത് പറയുന്നു? ഇവിടെ നമ്മൾ 3 ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ടിൽ വാർഡ് സഭ 42, 43, 44, 45, 46 അത്രയും വകുപ്പുകളാണ്. എന്നോടുള്ള സ്നേഹം മനസ്സിലായോ? 575 വകുപ്പിൽ നിന്നാണ് ഈ 5 ഞാൻ പെറുക്കി തരുന്നത്. എന്താണ്? അത്രമേൽ നിങ്ങളെ സ്നേഹിക്കയാൽ ഞാൻ ചുരുക്കി പറയും. മനസ്സിലായോ? അല്ലാണ്ട് ഈ പുസ്തകമൊന്നും നിങ്ങൾ ജന്മത്ത് വായിക്കൂല. ഞാൻ തന്നെ മുഴുവൻ വായിച്ചിട്ടില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ പഞ്ചായത്ത് രാജിലേക്ക് പോയാലുള്ള ഗുണം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, പകുതിയും ഇലക്ഷനാണ്, പകുതിയും. അപ്പം നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ 285 പിന്നെ പകുതിയും വേണ്ട. ഒരു 100 കഴിയുമ്പോഴാണ് നികുതി വരുന്നത്. 200 വരുമ്പോഴാണ് നികുതി വരുന്നത്. 199, 200 വസ്തുനികുതി വരും, തൊഴിൽ നികുതി വരും. അങ്ങനെ വന്ന് അവസാന ഭാഗങ്ങളാണ് പിന്നെ ആവശ്യമുള്ളത്. കാരണം ഇലക്ഷൻ പിന്നെ വേണ്ടല്ലോ, കഴിഞ്ഞല്ലോ. അതുകൊണ്ട് എത്ര വലിയ ബുക്കാണെങ്കിലും നിങ്ങളൊരു അല്പം മനസ്സ് വെച്ചാൽ ഇതിൽ 285 വകുപ്പ് നിങ്ങൾക്ക് കാണാപ്പാഠം പഠിക്കാൻ പറ്റും. അത്രയ്ക്ക് സുന്ദരമായ പുസ്തകമാണ്. പക്ഷെ അതിനെ ഒന്ന് ഇഷ്ടപ്പെടണം, നമുക്ക് ഇഷ്ടത്തോടു കൂടി സമീപിക്കണം. അപ്പോൾ 2ാം ഭാഗത്ത് മുനിസിപ്പാലിറ്റി അതിൽ അപ്പം എന്താണ്? ഇത് 73ാം ഭേദഗതിയാണെങ്കിൽ മുനിസിപ്പാലിറ്റി 74ാം ഭേദഗതി. അത് കഴിഞ്ഞ് മുനിസിപ്പാലിറ്റി ആക്ടിലെ വ്യവസ്ഥ, മുനിസിപ്പാലിറ്റിയുടെ റൂൾസ്, മുനിസിപ്പാലിറ്റിക്കുള്ള പദ്ധതി മാർഗരേഖ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതേപടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മറ്റേ പേജിൽ നോക്കുമെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അത്രയും നോവിച്ചിട്ടില്ല നിങ്ങൾ. മുനിസിപ്പാലിറ്റിക്കാരോട് പറഞ്ഞേക്കണേ എന്താണ്? നിങ്ങൾ ഇത് തന്നെയാണ്, അതുകൊണ്ട് പഞ്ചായത്തിൻ്റെയിലേക്ക് നോക്കുമെന്ന് പോലും ചറിഞ്ഞ് ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല. ഞാനൊരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത ഒരാളാണ് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അത് വേറെ ആളാണ്. ഒരു വീട എറുമ്പിനും വരുത്തേരെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്, ഞാനല്ല. അപ്പോൾ അതുപോലും പറയാതെ ഇത് അവിടെ വീണ്ടും പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. കാരണം മുനിസിപ്പാലിറ്റിക്കാർക്ക് ആ പേജ് കൊണ്ട് തന്നെ ഫുള്ള് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? അവിടെ നിന്ന് ഫുള്ള് കിട്ടണം, അല്ലാതെ പൈൻറ്റ് കിട്ടിയാൽ എന്തൊരു ചിരി പോട്ടെ. അതായത് പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവ്, മുനിസിപ്പാലിറ്റിയുടെ മാർഗരേഖ എന്താണ്? പഞ്ചായത്തിൻ്റെ മാർഗരേഖ 84/22, മുനിസിപ്പാലിറ്റിയുടേത് 86/22. അത് അതേപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് സെയിം തന്നെയാണ്. എന്നാലും മുനിസിപ്പാലിറ്റിക്കാർക്ക് പഞ്ചായത്തിലേക്ക് നോക്കണ്ട. 3ാമത്തെ ഭാഗത്തിൽ എന്ത്? മുനിസിപ്പൽ കോർപ്പറേഷൻ. എന്ത്? പിന്നെ അവിടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, വാർഡ് സഭ. ഈ വാർഡ് കമ്മിറ്റിയുടെ പ്രത്യേകത എന്താണ്? വാർഡ് കമ്മിറ്റി പ്രത്യക്ഷ ജനാധിപത്യം പുലരുന്ന വേദിയല്ല. പിടിയിട്ടില്ല അല്ലേ? അതായത് ഗ്രാമസഭയിൽ ആ വോട്ടർമാരെല്ലാവരും അംഗങ്ങളാണ്, റൈറ്റ്? വാർഡ് സഭയിൽ ആ വാർഡിലെല്ലാവരും അംഗങ്ങളാണ്. വാർഡ് കമ്മിറ്റിയിലോ ഒന്നാമത്തെ കോർപ്പറേഷനല്ലേ, വലിയ വാർഡായിരിക്കും, ഒരുപാട് ജനസംഖ്യയുള്ളതാണ്. അപ്പോൾ അവരെല്ലാം ഒന്നിച്ച് വിളിച്ചിരുത്തി ഒരു യോഗം നടത്താൻ പറ്റിയ ഹാള് കേരളത്തിൽ ഉണ്ടോ? ഈ രസം എന്ന് വെച്ചാൽ ഗ്രാമപഞ്ചായത്തിൽ തന്നെ എല്ലാ വോട്ടർമാരും ഒന്ന് വന്ന് നോക്കട്ടെ. പള്ളിച്ചെല്ലില് ഒരു വാർഡിൽ എത്ര പേരുണ്ട്? കഷ്ടകാലത്തിന് ഈ 1600 പേരും വന്നു എന്ന് വിചാരിക്കുക, ഇരിക്കാനും നിൽക്കാനും സ്ഥലം ഉണ്ടാവില്ല. മീറ്റിംഗ് തുടങ്ങി, ഉച്ചയായപ്പോൾ നമ്മുടെ ഗാനം, വിശപ്പിൻ്റെ പാട്ട് അല്ലേ? കുമാരനാശൻ പാടിയ പാട്ട് പോലെ പാടിയാൽ പോരല്ലോ. ഉച്ചയായപ്പോൾ കുമാരനാശൻ പാടിയത് വേറെ പാട്ടാണ്. ഉച്ചയായി തണലിലാഞ്ഞു പുസ്തകം വെച്ച് മല്ലികയറുത്തിരുന്നതും മെച്ചമാർന്ന ചെറുമാല കെട്ടി എൻ കൊച്ചുവാർമുടിയിൽ അങ്ങണിഞ്ഞതും. ദിവാരേട്ട ഓർക്കുന്നുണ്ടോ? ഈ കുമാരനാശൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ആണുങ്ങളൊക്കെ ഒരുമാതിരി കൊഞ്ഞാണന്മാരാണ്, നല്ല മിട്ടിക്ക് പെമ്പിള്ളേരാണ്. നളിനി അതിനെ വെട്ടണ സൈസാണ്. ലീല, വാസവദത്ത എന്താ സുന്ദരി അല്ലേ? രാമച്ച വിശറി പനി നീരിൽ മുക്കി തോഴിയെ കൊണ്ട് ഓമൽ കൈവള കിലുങ്ങേ ഒട്ടുവീശിച്ചും എന്താ ഇരിപ്പ്.
രാമച്ച വിശറി പനിനീരിൽ മുക്കി തോഴിയെ കൊണ്ട് ആഞ്ഞു വീശിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചോദ്യം, അപ്പോൾ കിലുങ്ങുന്ന വള വാസവദത്തയുടെയാണോ തോഴിയുടെയാണോ? രണ്ടുത്തരമായില്ലേ? അതാണ് ഒരു ഉത്തരമുള്ള നിങ്ങളെ കുഴപ്പിക്കലാണ് എൻ്റെ പണി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കോളേജിൽ സാർ എന്നോട് ചോദിച്ചാണ് കേട്ടോ ചോദ്യം, ECS ചോദ്യം. അപ്പോട്ടെ, അപ്പം അങ്ങനെയുള്ള വരുമ്പോൾ ഇവിടെ ഉച്ചയായി വിശപ്പ്. നോക്കൂ, കേരളത്തിൽ ഇന്ന് വരെ ഗ്രാമസഭയിൽ മെമ്പറെ ഉച്ചയായി ഞങ്ങൾക്ക് ഭക്ഷണം വരട്ടെ എന്നൊരാൾ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ കാണിച്ച ആവേശം 10 മണിക്കാണ്. ഹലോ, ഗ്രാമസഭയല്ലേ? എടുക്ക്, ബുക്ക് എടുക്ക്. ഹലോ, ഇവിടെ കിടന്ന് തിളച്ച് പറയും. 5 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ അവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് നേരമുണ്ടോ? നിങ്ങൾ 10 മണിക്ക് വന്നിരുന്നതാണ്, മണി 1 ഭക്ഷണം എവിടെ എന്നൊരു ചോദ്യം കേരളത്തിൽ ഉയർത്തുമ്പോഴാണ് ഗവൺമെന്റ് അങ്ങനെ കൂടുന്ന ഗ്രാമസഭയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണമെന്ന സർക്കുലർ ഇറക്കാൻ ഗവൺമെന്റ് നിർബന്ധിതരാവുള്ളൂ. നമ്മൾ ആരും എന്ത് ചെയ്തിട്ടില്ല. അതാണ്, അത് വേറൊരു ടൈപ്പാണ്. അതുകൊണ്ട് ഗ്രാമസഭ 2:30 മണിക്ക്, അപ്പൊ പ്രശ്നമില്ലല്ലോ. ഇല്ല, അപ്പോഴും 4 മണിയാകുമ്പോൾ ഒരു ചായ, അത് മിക്കവാറും പലയിടത്തും കൊടുക്കും, ചെറിയ തുകയല്ലേ. പക്ഷേ നിങ്ങൾ ഉന്നയിക്കുന്നു, ഞങ്ങൾക്ക് ഉച്ചവരെ ചർച്ച ചെയ്തിട്ട് തീരുന്നില്ല, ഇതിൻ്റെ 4 ഇരട്ടി സമയം വേണം. അതുകൊണ്ട് നമുക്ക് മെമ്പറെ, പ്രസിഡന്റ്, നമുക്ക് 10 മണിക്ക് ആരംഭിക്കാം. മറ്റത് ആദ്യം പറയരുത്. ഏത്? അതുകൊണ്ട് നമുക്കിപ്പോൾ പ്രസിഡന്റ് നമ്മുടെ ചർച്ച തീർന്നില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത ഗ്രാമസഭ നമുക്ക് 10 മണിക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങി ഇവരെ പറഞ്ഞ് ഏർപ്പാടാക്കി 1 മണിയാവുമ്പോൾ അപ്പോഴാണ് മെമ്പർമാരും പഞ്ചായത്തും സെക്രട്ടറിയും ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് ആലോചിക്കുക. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭക്ഷണമുണ്ടല്ലോ അല്ലേ? ഇപ്പം ഞങ്ങൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ബിരിയാണി കൊടുക്കും. പക്ഷെ നിങ്ങൾ അറിയുന്ന കാര്യം എന്താണ്? ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ബിരിയാണി കൊടുക്കാൻ നിയമം അനുവദിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിലെന്തുണ്ടാവില്ല? ബിരിയാണിയുടെ വൗച്ചർ ഉണ്ടാവില്ല. മനസ്സിലായ? ഇപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി കൊടുത്ത് കൈക്കൂലി മേടിച്ചാൽ 5-ാം തീയതി അപേക്ഷ കൊടുത്തു, കൈക്കൂലി കിട്ടിയിട്ടായിരിക്കും 10-ാം തീയതി കൊടുക്കുന്നത്. പക്ഷേ റെക്കോർഡിക്കലി 5-ാം തീയതി അപേക്ഷ കിട്ടി 5-ാം തീയതി തന്നെ കൊടുത്തു എന്നായിരിക്കും റെക്കോർഡ്. അപ്പോൾ ഓഡിറ്റർക്ക് എങ്ങനെ അഴിമതി പിടിക്കാൻ പറ്റൂല. അപ്പം ഞങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതി ബിരിയാണി കൊടുക്കാൻ പ്രൊവിഷൻ ഇല്ല. ഞാൻ തലശ്ശേരി ചെല്ലുമ്പോൾ അവിടെ ബജറ്റ് അവതരിപ്പിക്കുകയാണ് അന്ന് മീറ്റിങ്ങിൽ. അപ്പോൾ അവർ പറഞ്ഞു, ചെയർമാൻ പറഞ്ഞു, ഞങ്ങൾ ഓഡിറ്റർമാരെയും വിളിച്ചു ഭക്ഷണം കഴിക്കാം. അപ്പോൾ എൻ്റെ സ്റ്റാഫ് പറഞ്ഞു, സാറേ പോരുത്. അപ്പോൾ എനിക്കാണെങ്കിൽ വിശന്നിട്ട് പാടില്ല, ബിരിയാണിയുടെ മണം കേട്ടിട്ട് വല്ലാതെ അങ്ങനെ മോഹിച്ച് നിൽക്കുകയാണ് ഞാൻ. ഭയങ്കര ഇഷ്ടം, തലശ്ശേരി ബിരിയാണി ആയതുകൊണ്ട്. ഇവരെന്നെ അടിച്ചു, സാറിന് ഈ ബിരിയാണിയിൽ എത്ര ബിരിയാണിയിലും പുറത്തു പോയി ഞങ്ങൾ മേടിച്ചപ്പോൾ അവരെന്നെ കെട്ടിപ്പിടിച്ച് തള്ളി പുറത്ത് മാറ്റിക്കൊണ്ടുപോയി. ഞാൻ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഇവർ അവതരിപ്പിച്ചപ്പോൾ ബിരിയാണി നമ്മുടെ ഓഡിറ്റർമാർ പോയി കഴിച്ചു. ആ ഓഡിറ്റർ സ്ഥലം മാറിപ്പോയി. പിറ്റേ ഓഡിറ്റർ വന്നപ്പോൾ എന്തെഴുതി? ഈ ബിരിയാണി കഴിച്ച ചിലവ് ഒബ്ജക്റ്റ് ചെയ്തു. അപ്പോൾ അവരെന്ത് മറുപടി തന്നു? ഓഡിറ്ററും കൂടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാറേ നമുക്ക്, ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലത്ത് ഒരു ലോക്കൽ ബോഡിയിൽ, ഒരു മുനിസിപ്പാലിറ്റിയാണ്, ഏത് മുനിസിപ്പാലിറ്റിയാണെന്ന് നിങ്ങൾ കുത്തി ചോദിക്കരുത്, ഞാനൊരു ദുർബല ഹൃദയനായതുകൊണ്ട് പറഞ്ഞു പോവും, അതുകൊണ്ട് പേര് ചോദിക്കരുത്, എൻ്റെ നാവിൻ തുമ്പിലുണ്ടാ പേര്. ഞങ്ങൾ പറഞ്ഞു ഇത് പറ്റില്ല, പക്ഷേ ഒരു 45 ഇനങ്ങൾക്ക് ലഘുഭക്ഷണം അനുവദിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രസിഡന്റ് അധികാരം പറഞ്ഞില്ലേ, 156-ാം വകുപ്പ് പ്രകാരം 45 കാര്യങ്ങൾക്ക് കണ്ടിയൻ ചെലവ് ചെയ്യാം. അതിലൊന്ന് ലഘുഭക്ഷണം കൊടുക്കാം. ബിരിയാണി പറ്റില്ല, ലഘുഭക്ഷണം കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അടുത്ത കൊല്ലം അവരെന്ത് ചെയ്യുന്നറിയോ? ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കൊടുത്ത എന്താണെന്നറിയാമോ? ലഘു ബിരിയാണി. ഈ സൈസാണ്.
ഈ ഓഡിറ്റിന് മറികടക്കാനുള്ള പരിപാടി. മാത്രമല്ല, നിങ്ങൾക്കറിയാലോ, ഞാനൊക്കെ ഓഡിറ്റിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ സീറ്റിലൊന്നും ഞാനിങ്ങനെ കറങ്ങി നടക്കും. അതിൻ്റെ ഇതൊക്കെ മറ്റേ വികസന പ്രവർത്തനം, മതിൽ പണിതൊക്കെ പോയി നോക്കും, പ്രസവ വാർഡ് പോയി നോക്കും. നടക്കുമ്പോഴല്ല കേട്ടോ, അല്ലാത്ത മൂത്രപ്പുര പണിത് പോയി നോക്കും, ക്ലാസ് റൂം പണിത്. അപ്പോൾ അവിടെ ഫയലൊന്നും ഇത് പണിതിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതിയല്ലോ, കുത്തും കോവെന്നും പറയണ്ടല്ലോ. അങ്ങനെ ഞാനൊരിക്കൽ പോയപ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ താടിക്കൊടുത്തിരിക്കുക. അപ്പോൾ ഞാൻ ടീച്ചർ എന്ത് പറ്റി? മൂത്രപ്പുര പണിതു, പ്രോജക്റ്റ് പൂർത്തിയാക്കി, പക്ഷേ ഡോറ് വയ്ക്കാൻ ഫണ്ട് തികഞ്ഞില്ല. പെമ്പിള്ളേരും ആമ്പിള്ളേരും പഠിക്കുന്ന സ്കൂളാണ്. ഡോർ ഉണ്ടെങ്കിൽ തന്നെ പ്രശ്നമാണ്. അപ്പോൾ ഡോർ കൂടി ഇല്ലെങ്കിൽ പറയണ്ടല്ലോ. അപ്പോൾ സെക്രട്ടറി എൻ്റെ കൂടെയുണ്ട്, ഞങ്ങൾ ഒന്നിച്ചാണ് കാണാൻ പോകും. അപ്പം ഞാൻ പറഞ്ഞു, സെക്രട്ടറി, വികസന ഫണ്ട് തീർന്നെങ്കിൽ ഓൺ ഫണ്ട് കൊടുത്തൂടെ? ഇതെനിക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ്? എനിക്കിതിനെക്കുറിച്ച് അറിയാം, നിങ്ങൾക്കോ അറിഞ്ഞൂടാ. ഓൺ ഫണ്ട് തീർന്നോ? അല്ല, വികസന ഫണ്ട് തീർന്നു പോയി. എന്നാൽ ശരി അല്ലേ, ഓൺ ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തു, 12 കൊടുത്തു, കാര്യം സാധിച്ചു. ഡോർ വെച്ചു. ആ HMനെ ആ പഞ്ചായത്ത് മുക്തകണ്ഠം അനുമോദിച്ചു. ഒരു ദിവസം ഞാനും വൈഫും കൂടി റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ ടീച്ചർ എതിരെ വരിക. സാറേ, എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ഞാൻ ഒരുപാട് ക്ലാസ് എടുത്ത ആളെ കാണുന്നത് കൊണ്ട് ഒരുപാട്, ഇവിടെ 2 സുന്ദരിമാരൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് സുന്ദരിമാരെ കാണുന്ന ആളാണ് ഞാൻ, ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സാറെന്നെ മറക്കാനിടയില്ല, എൻ്റെ വൈഫ് അടുത്ത് നിൽക്കുന്നു, ഇവളെപ്പോലും മറന്നു പോകുന്ന ആളാണ് ഞാൻ. അപ്പോഴാണ് ഇവർ പറയുന്നത് അവരെ മറക്കില്ലെന്ന്. അങ്ങനെ പാതിമുക്കാലും ജീവനും നഷ്ടപ്പെട്ട് ഈ ചെങ്കീരിയായ ഓഡിറ്ററായ ഞാൻ അന്തം വിട്ട് നിൽക്കവേ ഇവരുടെ പരിസരം മറന്നുള്ള അടുത്ത ഡയലോഗ്, സാറേ, ആ മൂത്രപ്പുര കാണുമ്പോഴൊക്കെ ഞാൻ സാറിനെ ഓർക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് നിന്ന വൈഫ് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ നോക്കിയിട്ടില്ല. അതാണ്. അപ്പം അതുകൊണ്ട് ഇനി പുറത്ത് വെച്ച് പരിചയപ്പെടുമ്പോഴും നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ അത് വൈഫാണോ എന്ന് അന്വേഷിച്ചിട്ട് ഉറപ്പാക്കിയിട്ട് വേണം. മൂത്രപ്പുരയുടെ കാര്യം ദയവ് ചെയ്ത് സ്വന്തം വൈഫ്. അതെ, അപ്പോൾ ക്ലിയർ അല്ലേ? അത്യാവശ്യം മനസ്സിലായി. ഗ്രാമസഭയെക്കുറിച്ച് പറഞ്ഞില്ലേ? ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് അപ്പോൾ ഇത് ഈ പറയുന്ന 3 ഭാഗമായിട്ട് തിരിച്ച്, പിന്നെ ഈ 3 ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ അറിവ് പിന്നെ നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തിയ ഈ പുസ്തകത്തിലൂടെ ഉപയോഗപ്പെടുത്തണം. ഏതാ പറയാത്തത്? വാർഡ് കമ്മിറ്റിയിലെ വോട്ടർമാരെ ഡയറക്റ്റ് മെമ്പർമാരല്ല. അതിന് പകരം ഇവിടെ ഒരു വകുപ്പ് കൊടുത്തിട്ടുണ്ട്, 42 എന്ന് പറഞ്ഞൊരു വകുപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ അപ്പോൾ എന്താണെന്നറിയോ, എല്ലാ വോട്ടർമാരും പങ്കെടുക്കില്ലല്ലോ അവിടെ. അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യം ഇല്ല. അത് പരിഹരിക്കാൻ കൊല്ലത്തിലൊരിക്കൽ വോട്ടർമാരുടെ യോഗം ചേരണം എന്ന് കോർപ്പറേഷൻ്റെ കാര്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ എന്തായി? ഗ്രാമപഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായ പ്രത്യക്ഷ ജനാധിപത്യം വോട്ടർമാരെല്ലാം പങ്കെടുക്കുന്നത് വഴി എവിടെയും വന്നു, കോർപ്പറേഷനിലും വന്നു. വ്യത്യാസം മനസ്സിലായല്ലോ? വാർഡ് സഭയിൽ, ഗ്രാമസഭയിൽ എല്ലാവരും അംഗങ്ങളാണ്. മറ്റേടത്ത് എല്ലാവരും അംഗങ്ങളില്ലാത്തതുകൊണ്ടും പ്രായോഗികമുള്ളതുകൊണ്ടും അത് ഇത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഘടന കേട്ടോ, വാർഡ് കമ്മിറ്റിയുടെ ഘടന പറയുന്നുണ്ട്. അതിൻ്റെ കോറ ഇതൊന്നുമല്ല. ഇതിൻ്റെ കോറ നിങ്ങൾക്കറിയാമല്ലോ, 10%. വാർഡ് കമ്മിറ്റി അങ്ങനെയല്ല, ആകെ വോട്ടർമാരുടെ 1/5 ഇതിൽ പറയുന്നുണ്ടല്ലോ. അങ്ങനെ റെപ്രസെൻറ്റേറ്റീവ് ബോഡിയാണ്. പക്ഷേ കോർപ്പറേഷൻ ആയതുകൊണ്ട് അവിടെ ജനാധിപത്യം ഇല്ലല്ലോ എന്ന് പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിയമത്തിൽ തന്നെ ഒരു വകുപ്പ് കൊണ്ടുവന്നു. എന്താണ്? വോട്ടർമാരുടെ യോഗം ചേരൽ. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമസഭ, 1 ലക്ഷം വരെ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റിക്ക് വാർഡ് സഭ, 1 ലക്ഷം കവിഞ്ഞ ജനസംഖ്യയുള്ള മുനിസിപ്പൽ കോർപ്പറേഷന് വാർഡ് കമ്മിറ്റിയും വോട്ടർമാരുടെ യോഗം ചേരലും. അത്ര വലുതായതുകൊണ്ട് നമ്മുടെ നിയമസഭ നോക്കൂ, 3.5 കോടി വോട്ടർമാരില്ലേ, 140 പേരിൽ നിന്ന് എത്ര ശതമാനമാണ്? ഇത്രയും പോലുമില്ലല്ലോ. നമ്മുടെ ഗ്രാമസഭയുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പരാതി പറയേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? ഇന്ത്യൻ പാർലമെന്റിൽ എത്ര MP-മാരുണ്ട് ജനസംഖ്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? നിസ്സാരമല്ലേ ഉള്ളൂ. 140 പേരല്ലേ നിയമസഭയിലുള്ളൂ. എത്ര 2% പോലും ഇല്ലല്ലോ. അപ്പം പിന്നെ ഇവിടെ വരുന്ന 10% താരതമ്യം വളരെ കൂടുതൽ തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ വായിച്ചും പഠിച്ചും പോരാടാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകണം. പിന്നെ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ തന്നിട്ടുണ്ട്, അങ്ങനെ ചോദിച്ച് മുന്നോട്ട് പോകാം.
ഒരു കാരണവശാലും പിന്നെ വൈകരുത്. എത്രയും വേഗം നമ്മുടേത് ഒരു കൊച്ചു ജീവിതമാണ് നമ്മുടേത്. ആ കൊച്ചു ജീവിതത്തിൽ ഏറ്റവും ഫലപ്രദമായി പഞ്ചായത്തിൽ ഇടപെടുമ്പോൾ പഠിക്കാതെ ഇടപെടാൻ പറ്റില്ല എന്ന കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ആയുസ് വളരെ കുറഞ്ഞ ആയുസ്സാണ്. ഒരു വലിയ യാത്രയിലെ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു അനാഥാലയത്തിലെ താമസക്കാർ മാത്രമാണ് നമ്മൾ. തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് ജീവിച്ച് മലയാളത്തിന് വേണ്ടി, മലയാളം ബില്ലിപ്പോൾ 2 കൊല്ലമായിട്ട് അവിടെ കിടക്കുകയാണ്, അതും നമ്മുടെ ഒരു ആങ്സൈറ്റിയാണ്. ആ മലയാളത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച് മലയാളത്തിലേക്ക് ജ്ഞാനപീഠ പുരസ്കാരം കൊണ്ടുവന്ന തിരുവനന്തപുരത്ത് ജീവിച്ച കവി ONV ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ 2 വരികൾ മാത്രം ആലപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പൂവിനൊരു പകൽ പൂർണ്ണേന്ദുവിനൊരു രാവ്, പൂവിനൊരു പകൽ പൂർണ്ണേന്ദുവിനൊരു രാവ്, ഒരു ഷസ്സിന് തിരുനെറ്റിയിലെ പൂവിരിയും വരെ, ഒരു പുരുഷായുസ് ഒരു പിടി നീർപ്പോളകൾ പൊലിയും വരെ. ഒരു പൂവിന് ഒരു പകലെങ്കിലും ആയുസ്സുണ്ട്, ഒരു ചന്ദ്രന് ഒരു രാത്രിയുടെ ആയുസ്സെങ്കിലുമുണ്ട്, ഒരു ഉദയസൂര്യന് പകൽ വെളിച്ചം വരുന്നത് വരെയെങ്കിലും ആയുസ്സുണ്ട്. പക്ഷെ മനുഷ്യായുസ് ഒരു പിടി നീർപ്പോളകൾ പൊലിയും വരെ മാത്രമേ ഉള്ളൂ. ആ കൊച്ചു ജീവിതത്തിൽ എന്ത് ജാതി, എന്ത് മതം, എന്ത് LDF, എന്ത് UDF, എന്ത് NDA ഒന്നുമില്ല. പരസ്പരം സ്നേഹിച്ചും സ്നേഹം കൊതിതീരെ കൊടുത്തും സ്നേഹം കൊതിതീരെ കിട്ടിയും ജീവിക്കാനുള്ള ഈ സ്വർഗീയ സൗഭാഗ്യം ഈ പഞ്ചായത്തിനോടുള്ള ഇടപെടലിൽ സാക്ഷാത്കരിക്കാനും എല്ലാ പഞ്ചായത്തുകളെയും സ്നേഹപഞ്ചായത്തുകളാക്കാനും ഇന്നത്തെ ഈ സ്നേഹസല്ലാപം ഇടവരുത്തിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.